വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ ഗൈസ്, ഇനി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഇതെൻ്റെ കോളേജിൽ ചെയ്ത പ്രവൃത്തി കേട്ടോ. അതിനായിട്ട് നിങ്ങളൊരു ചട്ടി എടുക്കണം. എൻ്റെ മോളോട് പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവൾ ചെറിയ മടിയൊക്കെ കാണിച്ചു, എന്നാലും സമ്മതിച്ചു. കുഴപ്പമില്ല, നമുക്കിനി പ്രവൃത്തിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ പറമ്പിൽ നിന്നോ എവിടെ നിന്നൊക്കെ നല്ലൊരു ചട്ടിയോ അല്ലെങ്കിൽ എന്തൊരു പാത്രം എടുക്കുക. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. കഴുകാൻ പറഞ്ഞപ്പോൾ ചെറിയ മടിയൊക്കെ കാണിച്ചു കേട്ടോ, എന്നാലും കുഴപ്പമില്ല, അവൾ സന്തോഷത്തോടെ ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ആ ചട്ടിയൊക്കെ വൃത്തിക്ക് അകവും പുറമൊക്കെ നന്നായിട്ട് കഴുകി. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കണം, ചെളിയൊക്കെ പോകണം കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞങ്ങളുടെ അവിടെ 2 പൂച്ച വന്നത്. ഞങ്ങളുടെ അല്ലാത്തവർ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി അവർ. ചട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കയറ് വേണമല്ലേ, കയറ് തപ്പി കണ്ടുപിടിച്ചു. അവൾ തന്നെ തപ്പി കണ്ടുപിടിച്ചു കേട്ടോ കയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗൈസ് അവർക്ക് എന്ത് ചെയ്തിട്ടും കെട്ടാൻ പറ്റണില്ല. ലാസ്റ്റ് ഞാൻ കെട്ടാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇനി എയൊക്കെ ആണെങ്കിലും നമ്മുടെ ബ്രെയിനിന് മുഴുവനായിട്ട് എയ്ക്ക് വിട്ട് കൊടുക്കാണ്ടിരിക്കുക. ഈ വെക്കേഷൻ ടൈമിൽ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ പാരൻസിനെ സഹായിച്ചോളൂ കേട്ടോ. ഈ ലോകത്തെ നല്ലതും ചീത്തയുമായ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നല്ലത് മാത്രം എടുക്കുക, ചീത്തയായ കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കളയുക. നിങ്ങളുടെ ഈ വെക്കേഷൻ അടിപൊളിയായി തീരട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് അടിച്ചു പൊളിക്കുക. അങ്ങനെ ഞങ്ങളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്കിത് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. എവിടെയാണെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ അതവിടെ വെക്കാമെന്ന് വിചാരിച്ചു. വെക്കാൻ നോക്കിയപ്പോഴോ എത്തുന്നില്ല. അവൾക്ക് അവിടെ എത്താണ്ടായപ്പോൾ ഞാൻ തന്നെ അവളെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കെട്ടാൻ നോക്കിയപ്പോഴും നാറേ ഉറുമ്പ് ഗൈസ്. ഉറുമ്പാണെങ്കിൽ കടിയോട് കടി. ഓക്കെ കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കെട്ടി അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാം സെറ്റായിട്ടിട്ട് കേട്ടാ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം. അവളോട് തന്നെ പോയി വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അവൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറേ ഒഴിച്ചു, കുറച്ചൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പുറത്തേക്ക് വിട്ടാൽ, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളം അതിനകത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വേനൽക്കാലത്ത് നമ്മുടെ കുഞ്ഞു കിളികൾക്കും വലിയ കിളികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള തണ്ണീർത്തട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട വെള്ളമൊക്കെ നിറച്ച് ഇനി അവർ വന്ന് കുടിച്ചോളും. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ വക അവർക്കിരിക്കട്ടെ ഒരു തണ്ണീർത്തടം. ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.